നമസ്കാരം. ഫുട്ബോൾ പെറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് തന്നെ പറയാനായിട്ടുള്ളത് സിദ്ധാൻ്റെ ഒരു തിരിച്ചു വരവ് മേ ബി പോസിബിൾ ആയി പോസിബിൾ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ലിവർപൂളിൻ്റെ കോച്ചായിട്ട് യോർഗൻ ക്ലോപ്പ് ഇപ്പോൾ റിസൈൻ ചെയ്തല്ലോ. ലിവർപൂൾ ജോബിലേക്കല്ല ആൾ വരാൻ സാധ്യത. മറ്റൊരുമല്ല, അൾജീരിയ നാഷണൽ ടീമിൻ്റെ കോച്ചായി ചിലപ്പം സിനദീൻ സിദാൻ തിരിച്ചു വന്നേക്കാം എന്നാണ് കേൾക്കുന്ന റിപ്പോർട്ടുകൾ. പറയാനായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് സ്ട്രൈറ്റ് ടൈം ആഫ്കോണിൽ നിന്ന് ഗ്രൂപ്പ് സ്റ്റേജിൽ നിന്ന് തന്നെ അൾജീരിയ പുറത്തായിരിക്കുകയാണ്. ബെൽമാഡി, അവരുടെ കറണ്ട് കോച്ച് ബെൽമാഡി റിസൈൻ ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് തന്നെ ഒരു പുതിയൊരു കോച്ചിനെ അപ്പോയിൻ്റ് ചെയ്യണം അൾജീരിയക്ക്. നമുക്കറിയാം സിനദീൻ സിദാൻ്റെ ഫാമിലി റൂട്ട്സ് അൾജീരിയയിൽ നിന്നാണ്. ആൾ ഫ്രാൻസിന് വേണ്ടിയാണ് കളിച്ചതെങ്കിലും റിയൽ റൂട്ട്സ് ഈസ് ഫ്രം അൾജീരിയ. നമുക്കത് അറിയാവുന്ന കാര്യം. അതിനകത്ത് തന്നെ സിനദീൻ സിദാൻ വേണ്ടി അൾജീരിയ ഒരു നീക്കം നടത്തിയിരുന്നു. അവരുടെ ഫസ്റ്റ് അപ്രോച്ച് സിദാൻ റിജക്റ്റ് ചെയ്തു എന്നാണ് കേട്ടിരുന്ന റിപ്പോർട്ടുകൾ. പക്ഷേ RMC സ്പോർട്ടൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അൾജീരിയ വിട്ടുകൊടുക്കാൻ റെഡി അല്ല എന്നാണ്. അവർ നെക്സ്റ്റ് ഒരു പ്രൊപ്പോസലുമായിട്ടും ഒരു മേ ബി ഒരു ലോങ് ടൈം കോൺട്രാക്ട്സ് അല്ല, ഒരു ഷോർട്ട് ടൈം കോൺട്രാക്ട് എന്ന രീതിയിൽ സിദാനെ സമീപിക്കാനായിട്ട് വീണ്ടും ഒരുങ്ങുകയാണെന്നാണ് കേൾക്കുന്നത്. നമുക്കറിയാം സിനദീൻ സിദാൻ റയൽ മാഡ്രിഡ് ജോബ് വിട്ടതിന് ശേഷം പല ജോബ്സിലോട്ടും ലിങ്കായിരുന്നു. മാൻ യുണൈറ്റഡ്, ചെൽസി മുതലായ ക്ലബ്ബുകൾ ആളെ ടാർഗറ്റ് ചെയ്തിരുന്നു. അവിടുന്ന് നേരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആളെ പിന്നെ ലിങ്കായി കണ്ടത് ആൻസറോട്ടി പോവുകയാണെങ്കിൽ നെക്സ്റ്റ് റയൽ മാഡ്രിഡ് കോച്ചായിട്ട് വരുമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു സീരിയസ് ആയിട്ട് വന്ന അപ്ഡേറ്റ് ഉണ്ടായിരുന്നു വെച്ചാൽ മേ ബി അലഗ്രി ലാസ്റ്റ് സീസൺ സ്വയമേ റിസൈൻ ചെയ്ത് പോകുമായിരുന്നെങ്കിൽ സിദാൻ വാസ് റെഡി ടു ടേക്ക് ഓവർ ദ യുവൻഡസ് കോച്ചിങ് ജോബ് എന്ന് പറഞ്ഞ് സ്ട്രോങ് റൂമേഴ്സ് ഉണ്ടായിരുന്നു. അവർ അലഗ്രീനെ സാക്ക് ചെയ്യാനുള്ള ഫണ്ട്സ് യുവൻഡസിൻ്റെ കയ്യിലില്ല. അതിനകത്ത് തന്നെ അലഗ്രി സ്വയം റിസൈൻ ചെയ്യുകയായിരുന്നെങ്കിൽ മേ ബി സിദാൻ ആയിരുന്നു നെക്സ്റ്റ് ഇൻ ലൈൻ എന്ന് പറഞ്ഞിരുന്നു. സിദാൻ്റെ കാര്യം നമ്മൾ പറയാനായിട്ടാണെങ്കിൽ ആൾ മണിക്കല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹീ ഈസ് ലുക്കിംഗ് ഫോർ ദ റൈറ്റ് ക്ലബ് ഓർ ദ റൈറ്റ് നേഷൻ. ആളുടെ ഡ്രീം ജോബ് എന്തായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഫ്രാൻസ് നാഷണൽ ടീം കോച്ചായിട്ട് വരികയായിരുന്നു. ആളാണെങ്കിൽ മേ ബി വേൾഡ് കപ്പിന് ശേഷം ഡിഷംസ് റിസൈൻ ചെയ്യുമെന്നും ആൾ ഏറ്റെടുക്കുമെന്നുമായിരുന്നു കേട്ട റൂമറുകൾ. പക്ഷേ അല്ലെങ്കിൽ ഈ ഒരു യൂറോ കപ്പ് വരെ ആൾ നിന്നിട്ട് മേ ബി യൂറോ കപ്പിന് ശേഷം ഡിഷംസ് റിസൈൻ ചെയ്യുമെന്നായിരുന്നു കേട്ട റൂമറുകൾ. പക്ഷേ ആൾ എക്സ്റ്റെൻഡ് ചെയ്തു 2026 വേൾഡ് കപ്പ് വരെ. വേൾഡ് കപ്പിലും ഡിഷംസിൻ്റെ അണ്ടർ ഫ്രാൻസ് പോകാനായിട്ടാണ് സാധ്യത ഏറ്റവും കൂടി ഇപ്പം കാണുന്നത്. അതിനകത്ത് തന്നെ ആളാണെങ്കിൽ ഇപ്പം ഫ്രീ ആണ് വീണ്ടും ഒരു കോച്ചിങ് ജോബ് നോക്കുന്നത്. കാരണം ആൾക്ക് പ്രീമിയർ ലീഗ് ആളുടെ ഒരു വിഷ് ലിസ്റ്റിൽ ഇപ്പം ഇല്ല എന്നാണ് ആളോട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പല സോഴ്സുകളും റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ മേ ബി ഫ്രാൻസ് നാഷണൽ ടീം സാധ്യതയില്ല. ഇപ്പോൾ അലഗ്രിയുടെ അണ്ടർ യുവൻഡസ് കുഴപ്പമില്ല, ആ ഒരു ജോബും സാധ്യതയില്ല. ആൻഡ് ഡോൺ കാർലോ റയൽ മാഡ്രിഡ് ജോബ് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. മേ ബി അൾജീരിയ ഒന്ന് പുഷ് ചെയ്താലും മേ ബി ഒരു 2026 വരെ നെക്സ്റ്റ് വേൾഡ് കപ്പ് വരെ ഒരു കോൺട്രാക്റ്റ് ആൾ സൈൻ ചെയ്യാനുള്ള ചാൻസ് തള്ളിക്കളയണ്ട. ഫസ്റ്റ് പ്രപ്പോസൽ റിജക്റ്റ് ചെയ്തെങ്കിലും സെക്കൻഡ് പ്രപ്പോസൽ ഹി മൈറ്റ് അക്സെപ്റ്റ് എന്നാണ് കേൾക്കുന്ന റൂമറുകൾ. സ്ട്രോങ് ആയിട്ട് പുഷ് ചെയ്യുമെന്നാണ് കേൾക്കുന്ന റൂമറുകൾ. നമുക്ക് നോക്കാം ആൾ അൾജീരിയ ജോബ് ഏറ്റെടുക്കുന്നത്. സിദാൻ ശരിയാണ്, ഹൈ പ്രൊഫൈൽ കോച്ചാണെങ്കിലും ആൾക്ക് കുറേ ഫിലോസഫീസും ആൾക്ക് കുറേ ഇതൊക്കെ ഉണ്ട്. അൾജീരിയ ജോബ് എന്തായാലും ആൾക്ക് പേഴ്സണലി ചിലപ്പോൾ താല്പര്യം കാണും. നമുക്ക് നോക്കാം എന്താവും കാര്യങ്ങളെന്ന്. അവിടെ നിന്ന് നേരെ നമ്മളൊരു ബുൾഷിറ്റ് റൂമറിലോട്ട് കിടക്കുകയാണ്. മറ്റൊന്നുമല്ല, വിനി ജൂനിയർ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന പക്ക ബുൾഷിറ്റ് റൂമേഴ്സ്. എല്ലാ മീഡിയാസും ചുമ്മാ ഇംഗ്ലീഷ് മീഡിയാസ് റിപ്പോർട്ട് ചെയ്യാൻ, മിററൊക്കെ എന്ത് കണ്ടിട്ടാണ് ചുമ്മാ റിപ്പോർട്ട് ചെയ്യുന്നത്. എല്ലാവരും പറയുന്ന ഇതാണ്, കിലിയൻ എംബാപ്പെ ടു എന്താ പറയുക റയൽ മാഡ്രിഡ് ഈസ് ഓൾമോസ്റ്റ് ലുക്കിംഗ് പോസിബിൾ. ആൾ അഗ്രി ചെയ്തെന്ന് ചിലർ പറയുന്നു. അഗ്രി ചെയ്തില്ല. വേജ് ഡിമാൻഡ്സ് 70 മില്യനാണ് പുള്ളിയുടെ ആവശ്യം. അതേസമയത്ത് റയൽ ഓഫർ ചെയ്യുന്ന 35 to 40 മില്യൺ ആണെന്ന് വേജസ് എന്ന് പറഞ്ഞ് റൂമറുകൾ കേൾക്കുന്നു. ഇതിനിടയ്ക്ക് ചുമ്മാ ഓരോ മീഡിയാസും എന്താണ് ഇവർക്ക് എവിടുന്നാണ് ഈ സോഴ്സൊക്കെ എന്ന് പറയുന്നത്. കിലിയൻ എംബാപ്പെ വന്നാൽ എംബാപ്പയ്ക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കളിക്കേണ്ടി വരും. അതിനകത്ത് തന്നെ വിനി ജൂനിയറിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് മാറ്റേണ്ടി വരും. അതോ വിനി ജൂനിയറിനെ ആ പൊസിഷനിൽ നിന്ന് മാറ്റി കളിപ്പിക്കേണ്ടി വരും. വിനി ജൂനിയർ അതിന് താല്പര്യമില്ല. അതിനകത്ത് തന്നെ മേ ബി എംബാപ്പയ്ക്ക് വേണ്ടിയുള്ള ഫണ്ട്സ് റേസ് ചെയ്യാനായിട്ടും ആ ഒരു പൊസിഷനിൽ വെറുതെ അടിയാവാതിരിക്കാനായിട്ടും മേ ബി കിലിയൻ എംബാപ്പെ റയലിലോട്ട് വരുമ്പോൾ വിനി ജൂനിയറിനെ റയൽ മാഡ്രിഡ് വിറ്റെന്ന് വന്നേക്കാമെന്ന് പറഞ്ഞാണ് ഇവരെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. വിറ്റെന്ന് വന്നേക്കാം. ഇതാർക്കാണ് ഊഹിക്കാൻ പറ്റാത്തത്? വേറെ ഒന്നുമല്ല, വിനി ജൂനിയർ പ്രോബബ്ലി അവരുടെ ഫേസ് ഓഫ് ദ പ്രോജക്റ്റ്. പിന്നെ ഈ റേസിസം ഇഷ്യൂ അറിയാമല്ലോ, അതിൻ്റെ പേരിൽ ആൾ ലലീഗ വിടാൻ ഉദ്ദേശിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മറ്റൊരു അതിൻ്റെ കൂടെ പോയിൻ്റായിട്ട് ചേർക്കുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ല. ഇപ്പോൾ ആളിന് ഒരു ഇഷ്യൂസും ഇല്ല. ഇവിടെ അതവിടെ ഒരു കുഴപ്പമില്ലാതെ കണ്ടിന്യൂ, ആൾ റയലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് ഡിസിഷൻ എടുത്തിരിക്കുന്നത്. അതിപ്പോൾ എംബാപ്പെ അല്ല ആര് വന്നെന്ന് പറഞ്ഞാലും വിനി ജൂനിയർ അവിടെ തന്നെ കാണും.
അവരുടെ ഫാൻസിൻ്റെ ഫേവറേറ്റ് ആണ്. ആൻഡ് പെറസ് ആ ഒരു മണ്ടത്തിൽ ഒരിക്കലും കാണിക്കാൻ പോകുന്നില്ല. വിനി ജൂനിയറിന് ക്ലബ്ബ് വിടണമെന്നുമില്ല. ഈവൻ എംബാപ്പയ്ക്ക് വേണ്ടി വിനി ജൂനിയറിനെ റയൽ ഒരിക്കലും സാക്രിഫൈസ് ചെയ്യാൻ പോകുന്നില്ല. അത് 100%, 100% ഉറപ്പാണ്, 100% ഉറപ്പാണ്. ആളവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എംബാപ്പേനെ വിനി ജൂനിയറിനെ, അത് കോച്ചിൻ്റെ തീരുമാനമാണ്. വിനി ജൂനിയർ റൈറ്റ് കളിക്കാൻ പറഞ്ഞാൽ പുള്ളി കളിച്ചിരിക്കും. എംബാപ്പേനെ പിടിച്ച് റൈറ്റ് കിട്ടാൻ പറഞ്ഞാൽ റൈറ്റ് കളിക്കും. എംബാപ്പയുടെ സെൻറ്റർ ഫോർവേഡ് കളിക്കാൻ പറഞ്ഞാൽ കളിച്ചിരിക്കുക. സോ അത് അവർ അഡ്ജസ്റ്റ് ചെയ്തോളും. ഇംഗ്ലീഷ് മീഡിയാസ് ചുമ്മാ സർക്കുലേഷൻ കൂട്ടാനായിട്ട് ചുമ്മാ ആളെ പറ്റിക്കാനായിട്ട് ഇങ്ങനത്തെയൊക്കെ ന്യൂസുകൾ അടിച്ചിടുന്നതാണ് സത്യമായ ഒരു കോമഡി ആയിട്ടാണ് തോന്നുന്നത്. വിനി ജൂനിയർ വേറൊരു ക്ലബിലോട്ടല്ല, അതും ലിങ്ക് ചെയ്തിരിക്കുന്നത് മാൻ യുണൈറ്റഡിലോട്ട്. മാൻ യുണൈറ്റഡ് ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ കിട്ടാൻ സാധ്യത ഏത് ക്ലബ്ബുമായിട്ട് ലിങ്ക് ചെയ്താലാണ് മാൻ യുണൈറ്റഡിലോട്ട്. എന്നാൽ ശരി, നമുക്ക് വിനി ജൂനിയറിനെ അങ്ങ് മാൻ യുണൈറ്റഡിലോട്ട് ലിങ്ക് ചെയ്തേക്കാം. എവിടെന്ന് ഈ ന്യൂസൊക്കെ അവർക്ക് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. ചുമ്മാ തള്ളിവിടാനായിട്ട് ഇറ്റ്സ് ബുൾഷിറ്റ് ന്യൂസ്. സോ അതിനെക്കുറിച്ച് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ട്രൂ ആണോ. ഇത് ഇംഗ്ലീഷ് മീഡിയാസ് അടിച്ചിറക്കുന്ന വെറും എന്നാ പറയുക, ഒരു പ്രൊപ്പഗാണ്ട എന്ന് വേണേൽ പറഞ്ഞു. ഈ ചുമ്മാ എന്ത് വിനി ജൂനിയർ ഒരു പ്രൊപ്പഗാണ്ട, ഒരു എന്നാ പറയുക, വിനി ജൂനിയറിനെ പ്രീമിയർ ലീഗിലോട്ട് എത്തിക്കാനായിട്ടോ മറ്റുമൊക്കെ ഒരു പ്രൊപ്പഗാണ്ട അവർ ക്രിയേറ്റ് ചെയ്യുകയാണോ, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ചുമ്മാ ഒരു ഫേക്ക് ന്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഫേക്ക് ന്യൂസ് കൊടുക്കാമോ? സോ ഒരു ബുൾഷിറ്റ് ന്യൂസാണ്, ആരും വിശ്വസിക്കരുത്. വിനി ജൂനിയർ ഈസ് ഹാപ്പി ആൻഡ് റയൽ മാഡ്രിഡ് ഈവൻ എംബാപ്പേനെ കൊണ്ടുവരണമെങ്കിൽ വിനി ജൂനിയറിനെ സാക്രിഫൈസ് ചെയ്യണം എന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് സോ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല റയലിന്, അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് ആവശ്യം തരാൻ ഫണ്ട്സ് ഉണ്ട്. അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടെ അവർ എംബാപ്പേനെ വിടത്തേ ഉള്ളൂ, വിനി ജൂനിയറിനെ അവിടെ പിടിച്ചു നിർത്തും. കാരണം അത്രയ്ക്കും വലിയൊരു ഫാൻസ് റയൽ മാഡ്രിഡ് ക്രൗഡിനുള്ളിൽ, റയൽ മാഡ്രിഡ് ഫാൻ ബേസിനുള്ളിൽ അത്രയ്ക്കും പ്രോബ്ലി ഹയസ്റ്റ് ഫാൻ ബേസ് ഉള്ള പ്ലെയറാണ് വിനി ജൂനിയർ ആ ഒരു ടീമിൽ. സോ ഒരിക്കലും ആ ഒരു മണ്ടത്തരം റയൽ കാണിക്കുന്നില്ല, പപ്പ പെറസും കാണിക്കുന്നില്ല, 100% ഉറപ്പാണ്. സോ ഇതാണ് ഓവറോൾ പറയാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.